വിപണിയിൽ ഭാരത് ഡൈനാമിക്സിന്റെ ഓഹരി ആദ്യ നിമിഷങ്ങളിൽ 7% ഇടിഞ്ഞ് 1175 രൂപ വരെ എത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാർച്ച് പാത ഫലങ്ങൾ പുറത്തു വന്നതും ഇതിന് പിന്നാലെ പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പ്രതിരോധ ഓഹരിയുടെ കാര്യത്തിൽ കോഷ്യസ് അപ്രോച്ച് എടുത്തതുമാണ് വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചത്. ഏകദേശം 26,000 കോടി രൂപയുടെ വൻകിട ഓർഡറുകൾ കൈവശം ഉണ്ടായിട്ടും കമ്പനിയുടെ പ്രവർത്തനക്ഷമതയിൽ ഉണ്ടായ വലിയ കുറവ് ചൂണ്ടിക്കാട്ടി മോത്തിലാൽ ഒസ്വാളും നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ഓഹരിയുടെ റേറ്റിംഗ് താഴ്ത്തിയിരിക്കുകയാണ്. മോത്തിലാൽ ഒസ്വാൾ ഓഹരിക്ക് ന്യൂട്രൽ റേറ്റിംഗ് നൽകിയപ്പോൾ നുവാമ റെഡ്യൂസ് റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. രണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ലക്ഷ്യവില 1150 രൂപയായി കുറച്ചു. ഇത് നിലവിലെ വിലയേക്കാൾ ഏകദേശം 11% ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ഓർഡറുകൾ ലഭിക്കുമോ എന്നതല്ല ഇപ്പോഴത്തെ ആശങ്ക, മറിച്ച് ഓർഡറുകൾ പൂർത്തിയാക്കുന്നതിലെ കാലതാമസം, സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ, മാർജിൻ സമ്മർദ്ദം, കമ്പനിയുടെ പക്കലുള്ള വലിയ ഓർഡറുകളും യഥാർത്ഥ സാമ്പത്തിക പ്രകടനവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വ്യത്യാസം എന്നിവയിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിന്റെ മികച്ച ദീർഘകാല ഓർഡർ പൈപ്പ് ലൈനും മോശം പാദവാർഷിക പ്രകടനവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് ഇപ്പോൾ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ആശങ്ക. നുവാമയുടെ അഭിപ്രായത്തിൽ കമ്പനിയുടെ വരുമാനം, എബിഡ, പ്രോഫിറ്റ് എന്നിവ വിപണി പ്രതീക്ഷിച്ചകളേക്കാൾ യഥാക്രമം 76%, 87%, 69% കുറവാണ്. നാലാം പാദത്തിൽ ഭാരത് ഡൈനാമിക്സിന്റെ വരുമാനം 480 കോടി രൂപയായി കുത്തനെ ഇടിഞ്ഞതായും കുറഞ്ഞ പ്രവർത്തനക്ഷമതയും പദ്ധതികൾ നടപ്പാക്കുന്നതിലെ കാലതാമസവും ലാഭക്ഷമതയെ ബാധിച്ചതായും ബ്രോക്കറേജ് നിരീക്ഷിച്ചിട്ടുണ്ട്. സമാനമായ ആശങ്കകൾ മോത്തിലാൽ ഒസ്വാളും പങ്കുവയ്ക്കുന്നു. മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമത തങ്ങളുടെ കണക്കുകൂട്ടലുകളേക്കാൾ മന്ദഗതിയിലായിരുന്നുവെന്ന് ബ്രോക്കറേജും വ്യക്തമാക്കിയിട്ടുണ്ട്. വിതരണക്കാരിൽ നിന്ന് പ്രധാന മിസൈൽ ഘടകങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസമാണ് നിലവിൽ ഭാരത് ഡൈനാമിക്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആകാശ്, അസ്ത്ര MK മിസൈൽ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ റഡാറുകൾ, സീക്കറുകൾ, മറ്റ് സിസ്റ്റങ്ങൾ എന്നിവയുടെ വിതരണത്തിലുണ്ടായ കാലതാമസം പ്രവർത്തനങ്ങളെ ബാധിച്ചതായി മോത്തിലാൽ ഒസ്വാൾ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സപ്ലൈ ചെയിൻ തടസ്സങ്ങളും പ്രൊഡക്റ്റ് മിക്സ് മാറ്റങ്ങളുമാണ് മോശം പ്രകടനത്തിന് കാരണമായിരിക്കുന്നത്. ഘടകഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വിതരണം വേഗത്തിലാക്കാൻ സഹായിക്കുമെങ്കിലും അത് ലാഭവിഹിതത്തെ ബാധിക്കുമെന്ന് വിശകലന വിദഗ്ധർ കരുതുന്നുണ്ട്. കൂടുതൽ ഡെലിവറി കാലതാമസം ഒഴിവാക്കാൻ ഭാരത് ഡൈനാമിക്സ് ചില ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്തേക്കാമെന്ന് മോത്തിലാൽ ഒസ്വാൾ പറയുന്നുണ്ട്. പ്രതിരോധ നിർമ്മാണത്തിലെ സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. വരുമാനം കുറഞ്ഞതും വാങ്ങുന്ന ഘടകഭാഗങ്ങളുടെ വില വർദ്ധിക്കുന്നതും പ്രവർത്തന ലാഭത്തെ ബാധിച്ചു തുടങ്ങിയതായി നുവാമ ചൂണ്ടിക്കാണിക്കുന്നു. മോശം പാദവാർഷിക ഫലത്തിന് പിന്നാലെ ഇരു ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വരും വർഷങ്ങളിലെ ലാഭവിഹിത കണക്കുകളിൽ വൻ കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഓഹരിയുടെ റേറ്റിംഗ് കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം വാല്യുവേഷൻ തന്നെയാണ്. ഓഹരി വിലയിൽ ഇടിവുണ്ടായിട്ടും നിലവിലെ പ്രവർത്തനക്ഷമതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭാരത് ഡൈനാമിക്സിന്റെ ഓഹരികൾ ഇപ്പോഴും ഉയർന്ന നിരക്കിലാണ് വ്യാപാരം ചെയ്യുന്നതെന്ന് ബ്രോക്കറേജുകൾ വിശ്വസിക്കുന്നു. ശക്തമായ ഓർഡർ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നിട്ടും അടുത്ത കാലത്തൊന്നും ലാഭത്തിൽ വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നുവാമ കണക്കാക്കുന്നു. ഹ്രസ്വകാലത്തേക്ക് റേറ്റിംഗ് കുറച്ചെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ഭാരത് ഡൈനാമിക്സിനുള്ള ദീർഘകാല അവസരങ്ങളെ ബ്രോക്കറേജുകൾ അനുകൂലിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആകാശ് വെപ്പൺ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മോഡൽ കമ്പനി പൂർത്തിയാക്കിയിരുന്നു. ഇത് ഭാവിയിലെ വിതരണങ്ങളെ സഹായിക്കും. കൂടാതെ അദാനി ഡിഫൻസ് സിസ്റ്റംസുമായി ചേർന്ന UAVയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻസ് ഗൈഡഡ് മിസൈൽ V3 നിർമ്മിക്കാനും കമ്പനി ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്. ഇബ്രാഹിംപട്ടണം, ഝാൻസി എന്നിവിടങ്ങളിലെ പുതിയ പ്ലാന്റുകൾ 2027 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തനക്ഷമമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിക്ഷേപകർ എന്ത് ചെയ്യണം? ദീർഘകാല നിക്ഷേപകർ വരും പാദങ്ങളിൽ കമ്പനിക്ക് കയ്യിലുള്ള ഭീമമായ ഓർഡറുകൾ വരുമാന വളർച്ചയായും ലാഭമായും മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. BDLന്റെ കയ്യിൽ 26,000 കോടി രൂപയുടെ വൻകിട ഓർഡറുകളുണ്ട്. ഇത് അടുത്ത 3 മുതൽ 5 വർഷത്തേക്ക് മികച്ച വരുമാന സാധ്യത നൽകുന്നുണ്ട്. നിലവിലെ പ്രശ്നം ബിസിനസ് ഇല്ലാത്തതല്ല, മറിച്ച് കയ്യിലുള്ള ഓർഡറുകൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിതരണം ചെയ്യുന്നതിലെ തടസ്സമാണ്. സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതോടെ കമ്പനി ശക്തമായി തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, 7% വില ഇടിഞ്ഞിട്ടും ഈ ഓഹരി ഇപ്പോഴും ഉയർന്ന PE മൾട്ടിപ്പിളിലാണ് വ്യാപാരം ചെയ്യുന്നത്. അതായത് പ്രതിരോധ മേഖലയിലെ ഭാവി വളർച്ചാ സാധ്യതകൾ ഇതിനോടകം തന്നെ ഓഹരി വിലയെ സ്വാധീനിച്ചു കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ വലിയ തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നതിനേക്കാൾ വില ഇടിയുമ്പോൾ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന ബൈ ഓൺ ഡിപ്സ് രീതിയായിരിക്കും കൂടുതൽ ഉചിതം. ബ്രോക്കറേജുകൾ പറയുന്ന 1150 രൂപ എന്ന ലക്ഷ്യവിലയിലേക്ക് ഓഹരി എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക.
ഓർഡറുകൾ വേഗത്തിൽ തീർക്കാൻ ഘടകഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വരുമാനം വർദ്ധിപ്പിക്കുമെങ്കിലും ലാഭവിഹിതത്തെ ബാധിക്കും. കമ്പനിയുടെ പുതിയ പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാവുകയും ഉൽപ്പന്നങ്ങൾ സ്വന്തമായി നിർമ്മിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമേ ലാഭക്ഷമത പഴയ നിലയിലേക്ക് എത്തുകയുള്ളൂ. അതിന് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി പ്രതിരോധ മേഖലയിൽ നിക്ഷേപം ആഗ്രഹിക്കുന്നവർ BDL മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മേഖലയിലെ മറ്റ് കമ്പനികൾ കൂടി പരിഗണിക്കുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ നിങ്ങൾ 5 വർഷത്തിലേറെ കാലത്തേക്ക് നിക്ഷേപം നടത്തുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളുടെ വളർച്ചാ സാധ്യതകൾ ഇപ്പോഴും അനുകൂലമാണ്. എന്നാൽ കയ്യിലുള്ള വൻകിട ഓർഡറുകൾ ലാഭമായി മാറുന്നത് വരെ ഓഹരി വിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാതെ കുറച്ചു കാലം ഒരേ നിലയിൽ തുടരാനോ ചാഞ്ചാട്ടങ്ങൾക്കോ സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെക്കുക.